ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ. ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. വണ്ടൂർ ടൗണിൽ നിർമ്മിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ പ്രവൃത്തിയിൽ അപാകതയെന്ന CITU ആരോപണത്തിന്റെ മറുപടിയുമായി UDF. CPMന്റെ അധീനതയിലുള്ള അക്രഡിറ്റഡ് ഏജൻസികൾ MLAക്ക് അഴിമതി നടത്താൻ അവസരമൊരുക്കിയെന്നാണോ CPM ഉദ്ദേശിക്കുന്നതെന്ന് UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈജൽ എടപ്പറ്റ ചോദിച്ചു. വണ്ടൂരിലെ ഓപ്പൺ ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ട് MLA അനുവദിച്ചിട്ടുള്ള 40 ലക്ഷം രൂപയിൽ MLA അക്രഡിറ്റ് ഏജൻസിക്ക് വർക്ക് നൽകി കൈക്കൂലി കൈപ്പറ്റുക എന്നുള്ളതാണ് CPMന്റെ നേതാക്കന്മാർ ഇവിടെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ ഈ വർക്കിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ടെൻഡറിൽ ഏറ്റെടുത്തിട്ടുള്ള അക്രഡിറ്റ് ഏജൻസി എന്ന് പറയുന്നത് FIT ആണ്. FIT സിഡ്കോക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സബ് ഏജൻസിയാണ്. അപ്പോൾ ആ ഏജൻസി എന്ന് പറയുന്നത് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MPM മുഹമ്മദ് അനീസ് IAS എന്നിവരുടെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലാ CPMന്റെ നേതാവ് CP മുരളിയാണ്. അപ്പോൾ ഇവിടെ FIT എന്ന് പറയുന്ന ഏജൻസി MLAക്ക് കൈക്കൂലി നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൈക്കൂലി അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ MLAക്ക് അഴിമതി നടത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് ഈ പറയുന്ന വ്യവസായ വകുപ്പ് മന്ത്രി രാജീവും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീഷും CPMന്റെ എറണാകുളം ജില്ലാ നേതാവ് കൂടിയായിട്ടുള്ള CP മുരളി ഉൾപ്പെടെയുള്ള ആളുകളെന്നാണോ CPM ഇവിടെ ആരോപിക്കുന്നത്? ഇവരാണോ MLAക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത്? അപ്പോൾ ഈ ആരോപണം തികച്ചും അടിസ്ഥാനപരമാണ് എന്നുള്ളതാണ് UDFന് പറയാനുള്ളത്. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ MLA എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനൊക്കെ അഴിമതി ആരോപിച്ചിട്ടുണ്ട്. ശ്രീ AP അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി 25 കൊല്ലക്കാലമായി ഈ വണ്ടൂരിൻ്റെ MLA ആണ്. ഈ കാലഘട്ടത്തിൽ ഇതുവരെ ഒരു അഴിമതിയും ഒരു കൈക്കൂലിയും CPMന് ആരോപിക്കുക എന്നല്ലാതെ അത് തെളിയിക്കാൻ വേണ്ടി സാധ്യമായിട്ടില്ല. അതുപോലെയുള്ള ഒരു ആരോപണം മാത്രമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത് ഈ വണ്ടൂരിലെയും ഈ നിയോജക മണ്ഡലത്തിലെയും ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രവൃത്തിയിൽ അപാകതയും അഴിമതിയും ആരോപിച്ച് CITU രംഗത്തെത്തിയതിന് പിന്നാലെയാണ് UDF നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് മറുപടി നൽകിയത്. MLA നിയോജക മണ്ഡലത്തിൽ എന്ത് വികസനം കൊണ്ടുവന്നാലും അഴിമതി ആരോപിക്കുന്നത് CPMന്റെ പതിവ് രീതിയാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PT ജബീബ് സുഗീറും ആരോപിച്ചു. ഇവിടെ വികസന പ്രവർത്തനത്തിന് ഫണ്ട് വെക്കാന്നില്ലാണ് ഒരു ജനപ്രതിനിധിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പഞ്ചായത്ത് ഇവിടെ പറഞ്ഞു. പഞ്ചായത്ത് ഇതിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി MLAയെ സമീപിച്ചപ്പോൾ തന്നെ MLA അതിന് മതിയായ 40 ലക്ഷം രൂപ അതിന് ഫണ്ട് വകയിരുത്തി. MLAന്റെ ഇത് അതോടുകൂടി കഴിഞ്ഞു, ഫണ്ട് വകയിരുത്തിയോടുകൂടി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്, ആണ്. അദ്ദേഹം അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്നുള്ള നിലക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു പ്രത്യേക അക്രഡിറ്റ് ഏജൻസിക്ക് അത് ടെൻഡർ കൊടുത്ത് ആ ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഏറ്റവും കുറഞ്ഞ ഇത് കൂടിയ ആളുകൾക്കാണ് ഈ വർക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ ആളുകളൊക്കെ LDF സർക്കാർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഏജൻസികളാണ്. പിന്നെ അതിൽ നമുക്ക് ഇവിടെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം MLA ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ അക്രഡിറ്റ് ഏജൻസികൾക്കാണ് കൊടുത്തുള്ളത്. അതിൽ MLAക്ക് ഒന്നുമില്ല. MLAക്ക് ചെയ്യാൻ കഴിയുക ഫണ്ട് വെക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം വണ്ടൂരിൻ്റെ വികസനം എന്നുള്ള നിലക്ക് എന്നും വണ്ടൂരിൻ്റെ MLA എന്നുള്ള നിലക്ക് വണ്ടൂരിൻ്റെ മുഖച്ഛായ മാറുന്ന കാര്യത്തിൽ അദ്ദേഹം മുൻപന്തിയിലാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പൊതുപരിപാടികൾ നടത്താനുള്ള നമ്മൾക്ക് എല്ലാവർക്കുമുള്ള നല്ല വണ്ടൂരിൻ്റെ മുഖത്ത് തന്നെ ഒരു നല്ലൊരു ഓപ്പൺ ഓഡിറ്റോറിയം വരിക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു വലിയ സൗകര്യമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവിധ ആളുകൾക്കും
കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും വണ്ടൂർ ഒരു പരിപാടി നടത്താൻ ഉള്ളൊരു സ്ഥലമായി ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് വകയിരുത്തിയുള്ളത്. ഇതിൽ വളരെ ബാലിശമായ ആരോപണമാണ് അവരുന്നയിച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ, പി ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ. 2 ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് തവ, 1/2 പവന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ, 1 പവന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി.